അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 21-ാമത്തെ പാഠം അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ അന്നബിയുൽ മുൻതളർ, പ്രതീക്ഷിത പ്രവാചകൻ. അവർ ബുസ്ര പട്ടണത്തിലെത്തി. യാത്രാക്ഷീണമുണ്ടായിരുന്നു. ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. യാത്രാസംഘത്തെ ബഹീറ എന്ന പുരോഹിതൻ കണ്ടു. വേദപണ്ഡിതനായ അദ്ദേഹം അവരെ നിരീക്ഷിക്കുകയായിരുന്നു. സംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യപ്പെട്ടു. കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ധൃതിയായി. കച്ചവട സംഘത്തിലെ എല്ലാവരെയും തൻ്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു. സംഘത്തെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം ചോദിച്ചു, എല്ലാവരും വന്നിട്ടില്ലേ? ഒരു കുട്ടിയുണ്ട്, അവൻ വന്നിട്ടില്ല, ഒരാൾ പറഞ്ഞു. ബഹീറ, അവനെയും വിളിക്കൂ. ആശ്രമത്തിലെത്തിയ കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. ബഹീറ, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ, പിതാവിന് എന്ത് സംഭവിച്ചു? അബൂ ത്വാലിബ്, ഈ കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ബഹീറ, ശരി, അവനെയുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. അത് കേട്ട അബൂ ത്വാലിബിന് ആശങ്കയും വർദ്ധിച്ചു. കച്ചവടം പൂർത്തിയാക്കി വേഗം അവർ നാട്ടിലേക്ക് മടങ്ങി. ഇന്ന ലിഹാദ സ്വബിയി ഷഅനൻ അളീമ, നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി വൽ ഇശ്റൂൻ അന്നബിയുൽ മുൻതളർ. നുൻഷിഉൽ ജുമൽ, ജുംല ഉണ്ടാക്കുക. നിരീക്ഷിച്ചു. ആശ്രമത്തിലെത്തിയ കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. 3 കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. അപായപ്പെടുത്തി. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഇനി ഉത്തരം എഴുതുക. 1. ബുസ്ര പട്ടണം എവിടെയാണ്? സിറിയ. 2. ആരാണ് ബഹീറ? ഒരു പുരോഹിതൻ്റെ നാമം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹീറ എന്താണ് ദർശിച്ചത്? അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം. ഇനി 4. ബഹീറ അബൂ ത്വാലിബിനോട് എന്താണ് നിർദ്ദേശിച്ചത്? അവനെയുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇനി നക്തുബുൽ ഹിവാർ, ബഹീറയും അബൂ ത്വാലിബും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ബഹീറ, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ, പിതാവിന് എന്ത് സംഭവിച്ചു? അബൂ ത്വാലിബ്, ഈ കുഞ്ഞിന് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ബഹീറ, ശരി, അവനെയുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. ഖുത്ബത്തൻ, അബൂ ത്വാലിബിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സിറിയ യാത്ര എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. അവർ ബുസ്ര പട്ടണത്തിലെത്തി. യാത്രാക്ഷീണമുണ്ടായിരുന്നു. ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. യാത്രാസംഘത്തെ ബഹീറ എന്ന പുരോഹിതൻ കണ്ടു. വേദപണ്ഡിതനായ അദ്ദേഹം അവരെ നിരീക്ഷിക്കുകയായിരുന്നു. യാത്രാസംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യപ്പെട്ടു. കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ധൃതിയായി. കച്ചവട സംഘത്തിലെ എല്ലാവരെയും തൻ്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു. സംഘത്തെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം ചോദിച്ചു, എല്ലാവരും വന്നിട്ടില്ലേ? ഒരു കുട്ടിയുണ്ട്, അവൻ വന്നിട്ടില്ല, ഒരാൾ പറഞ്ഞു. ബഹീറ, അവനെയും വിളിക്കൂ. ആശ്രമത്തിലെത്തിയ കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. ബഹീറ, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ, പിതാവിന് എന്ത് സംഭവിച്ചു? അബൂ ത്വാലിബ്, കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ബഹീറ, ശരി, അവനെയുമായി ഉടനെ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായൊരു ഭാവിയുണ്ട്. ഇനി
നക്തഷിഫു വ്യക്തമാക്കുക. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുകളിൽ കർമ്മേഘ നിഴൽ വിരിച്ചിരുന്നു. ഇനി നഅുദ്ദുൽ അദദ വനൻസഖ് എണ്ണി അത് എഴുതുക. വാഹിദുൻ ഇസ്നാനി സലാസ അർബഅ ഖംസ സിത്ത സബഅ സമാനിയ തിസ്അ അശറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.